നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ചോറിന്റെ അളവ് കുറച്ചാലും കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ മലയാളികൾക്ക് കഴിയില്ല. എന്നാൽ എന്നും ഒരേ രുചിയിലുള്ള ചോറ് കഴിക്കാതെ അല്പം വ്യത്യസ്തമായ രുചിയിലുള്ള ചോറൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? ഇന്ന് അത്തരത്തിലുള്ള ഒരു ജീരക ചോറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. നമുക്കായി ഇത് പരിചയപ്പെടുത്തുന്നു ആനന്ദ്. ജീരകച്ചോറ് തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ: ഒരു ചെറിയ കപ്പ് അരി, 2 കപ്പ് വെള്ളം, 3-4 പച്ചമുളക്, കശുവണ്ടി, ജീരകം 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം പാകമായി തുടങ്ങുമ്പോൾ പച്ചമുളക് ചേർത്ത് അല്പനേരം വഴറ്റണം. ഇനി കുക്കറിലേക്ക് കഴുകിയ അരി ചേർത്ത് എല്ലാ ചേരുവകളും 1 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുക. അരി നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അടുത്തതായി കുക്കറിന്റെ ലിഡ് അടച്ചു വെക്കാം. അരി 3 വിസിൽ കേൾക്കുന്നതുവരെ വേവിക്കണം. വേവിച്ചു കഴിഞ്ഞാൽ കുക്കറിനുള്ളിലെ പ്രഷർ പൂർണ്ണമായും പോകുന്നതുവരെ തണുപ്പിക്കുക. അതിനുശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇവിടെ നമ്മുടെ ജീരകച്ചോറ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ഇപ്പോൾ വേവിച്ച ജീരകച്ചോറ് ഇവിടെ തയ്യാറാണ്. നെയ്യ്, കശുവണ്ടി എന്നിവ ഉപയോഗിച്ച് ഇത് അലങ്കരിക്കാം. അപ്പോൾ രുചികരമായ ജീരകച്ചോറ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് ചേർത്ത് ചൂടോടു കൂടി തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.